ചായയുടെ എപ്പോഴും എന്തെങ്കിലും കടി വേണമെന്ന് നിർബന്ധമുണ്ട് ഇവിടെ എല്ലാവർക്കും. അപ്പോൾ ഇന്ന് എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് മാറി ഒരു ടിന്നിനകത്ത് നമ്മൾ നേരത്തെ ഉപ്പേരി ചീനി ഉണ്ടാക്കി വെച്ച കാര്യം ഓർമ്മ വന്നത്. എന്നാൽ ഇന്ന് അതിന് തന്നെ ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേപോലെ നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ പണ്ട് കുട്ടിക്കാലത്ത് ഇതേപോലെ വീട്ടിൽ ഇതേപോലെ ഉപ്പേരി ചീനിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് കടിക്കാൻ ഇച്ചിരി പാടാണ്. പ്രായമുള്ളവർക്കും കുട്ടികൾക്കൊക്കെ കടിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ പപ്പയാണ് ഇതേപോലെ ഇത് വറുത്തിട്ട് ഇതിൽ പഞ്ചസാരയും തേങ്ങയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. അന്ന് കഴിച്ച ആ രുചി ഇപ്പോഴും മാവിൻ്റെ തുമ്പത്തുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചത് ഓരോ കുറച്ച് ബാച്ചായിട്ട് പൊടിച്ചെടുക്കുക. എല്ലാം കൂടെ പൊടിച്ചെടുക്കാൻ പാടായിരിക്കും. ചില കഷ്ണങ്ങളൊക്കെ അധികം പൊടിഞ്ഞിട്ടില്ല, സാരമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മധുരം അതുപോലെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആവത്തുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ സത്യം പറഞ്ഞാൽ കടും ചായയാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മുടെ സുലൈമാനിയാണ് നല്ലത്. ചായയെക്കാട്ടിലും എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് അതാണ്. അപ്പോൾ ഇതും കടും ചായയും കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഒരു മഴയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 4 മണി പലഹാരം എന്ന് പറയുന്നത് ഇതാണ്. വളരെ സിമ്പിളാണ്, എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാനും സാധിക്കും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. എത്ര കൂട്ടുകാർ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെന്നൊന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റു വിശേഷങ്ങളൊന്നുമില്ല. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.